നിങ്ങളുടെ സഹജാവബോധം എന്തെന്ന് അനുഭവിച്ചറിയാറുണ്ടോ? ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ഇൻറ്റ്യൂട്ടീവ് കോൺഷ്യസ്നസ് സസ്റ്റെയിൻസ് ലൈഫ് ത്രൂ നാച്ചുറൽ ഇന്നർ ഇന്റലിജൻസ്. അവബോധ നിലകളും ബോധപരിണാമവും എന്ന 6ാമത്തെ അധ്യായത്തിൽ ഇന്ന് സഹജാവബോധത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താണ് സഹജാവബോധമെന്നും എങ്ങനെയാണ് സഹജാവബോധം നിലനിൽപ്പിനെ ഉറപ്പാക്കുന്നതെന്നും എന്തുകൊണ്ട് നാം സഹജാവബോധത്തെ മനസ്സിലാക്കണമെന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സത്താബോധത്തെക്കുറിച്ച്, ഉപബോധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സ്മൃതി ബോധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പിന്നീട് നിദ്രാവബോധത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇനി ഇതിന്റെ എല്ലാം അടിത്തറയാകുന്ന ഒന്നാണ് സഹജാവബോധം എന്നുള്ളത്. ഈ സഹജാവബോധത്തിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണർന്നുണർന്നുണർന്നു വന്ന് ജാഗ്രതയോളം വന്നത്. ജാഗ്രതത്തിന് പുറത്തേക്കും അത് പരന്നു കിടക്കുന്നുണ്ട്. അപ്പോ ഒരു സത്തയിൽ ആദ്യമേ രൂപം കൊള്ളുന്ന അവബോധമാണ് സഹജാവബോധം. ഒരു ജീവി ഉണ്ടാകുന്നതിന് കാരണമാകുന്ന ധർമ്മങ്ങളുണ്ടല്ലോ, ഈ ധർമ്മങ്ങളെല്ലാം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിന്റെ അടിസ്ഥാന കാരണം ആണ്, അടിസ്ഥാന വസ്തുതയാണ് ഈ സഹജാവബോധം എന്നുള്ളത്. സഹജം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഉള്ളിൽ തനിയെ ഉണ്ടായത്, തനിയെ ഉണ്ടായി നിലനിൽക്കുന്നത്, തുടക്കം മുതലുള്ളത്, സഹജമായിട്ടുള്ളത്, ജന്മസിദ്ധമായിട്ടുള്ളത് എന്നൊക്കെ പറയാം. ഈ സഹജ അവബോധത്തെ അറിഞ്ഞുകൊണ്ടല്ല പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ശീലങ്ങൾ, അതുപോലെ നമ്മുടെ പശ്ചാത്തലങ്ങൾക്കനുസരിച്ച് രൂപം കൊണ്ടിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ, വിശ്വാസങ്ങൾ, അറിവുകൾ, അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റ രീതികൾ, ഇതിന്റെ ഒക്കെ അപ്പുറത്ത് ചില കർമ്മദോഷങ്ങൾ, കർമ്മഫലങ്ങൾ എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ കൂടെ വരും. ഇതെല്ലാമാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവിതം എങ്ങനെ പോകണം എന്നുള്ള കാര്യത്തിന്റെ നിശ്ചയം, നിർണയം സഹജാവബോധത്തിൽ ഉണ്ടായിരിക്കും. ഈ സഹജാവബോധം നമ്മുടെ ജീവിതത്തെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആലേഖനമാണ്, പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടും അതിനെ അറിയാതെയാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത്, അല്ലെ? നമ്മുടെ ചിന്തകൾ നമ്മൾ നിരന്തരം പല വഴിക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ശീലങ്ങൾ നമ്മളെ പലയിടത്തും കുരുക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ വികാരങ്ങൾ നമ്മളെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും. ശരിയായ മാർഗത്തിൽ പോകുന്നതിന് വേണ്ടി വഴിതിരിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഇതിന്റെയൊക്കെ വഴി നമ്മൾ നീങ്ങിപ്പോകുമ്പോൾ സഹജമായി നമ്മിൽ എന്താണോ ഉള്ളത് അത് അറിയാതെ പോകും. ഈ സഹജാവബോധം എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? നമ്മുടെ സ്വാഭാവികമായ പ്രതികരണം. ഇപ്പോ തീ ശരീരത്തിൽ കൊണ്ടുകഴിഞ്ഞാൽ ഉടനെ അവിടെ പൊള്ളുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്, ജൈവ പ്രക്രിയയാണ്. ഈ ജൈവ പ്രക്രിയ അനുസരിച്ചാണ് ശരീരം പ്രവർത്തിക്കേണ്ടത്. എന്നാൽ തീയിൽ നിരന്തരം ഇടപെട്ട് ശരീരത്തെ ട്രെയിൻ ചെയ്തെടുത്താലോ, ശിക്ഷിതാവബോധത്തിലൂടെ കൊണ്ടുപോയാലോ ഈ സഹജഭാവം പ്രവർത്തിക്കില്ല. ഇത് വർത്തമാനകാലത്ത് നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണെങ്കിൽ ഇനി വരാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച് അറിയാനുള്ള ശേഷി കൂടെ നമ്മൾ ലീനമാണ്. ഇനി എന്താണ് വേണ്ടത് എന്നുള്ളത് നിർണയിക്കാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഈ തൃപ്തി വരിക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളില്ലേ, സംതൃപ്തമാകുന്ന ഒരവസ്ഥ, ആ തൃപ്തിയിലെത്താനാണ്, അതായത് സമീകൃതമായ ഒരു മനോതലത്തിലെത്താൻ വേണ്ടിയാണ് നമ്മൾ നിരന്തരം ജീവിതത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംതൃപ്തി നമ്മുടെ ഒരു സൗഖ്യകരമായിട്ടുള്ള ഒരു സംതൃപ്തിയിൽ എത്താൻ വേണ്ടിയാണ് നമ്മൾ നിരന്തരം ശ്രമിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ആന്തരികമായിട്ടുള്ള ആനന്ദമെന്നോ സച്ചിദാനന്ദം എന്നൊക്കെ പറയുക. ഇതൊരു ആന്തരിക അനുഭൂതിയാണ്. ആ ആന്തരിക അനുഭൂതിയുടെ ഉറവിടം എന്ന് പറയുന്നത് ഈ സഹജാവബോധമാണ്. ഇത് നമ്മുടെ ഉള്ളിൽ നിന്നും സ്വാഭാവികമായിട്ടുണ്ടാക്കുന്ന പ്രതികരണങ്ങളാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവന്റെ ബുദ്ധിയാണ് ഇത് എന്ന് നമുക്ക് പറയാം.
ആ ജീവന്റെ ബുദ്ധിയാണ് സഹജാവബോധമായിട്ട് നമ്മൾ അറിയുന്നത്. അപ്പോ ഈ സഹജാവബോധം എന്നുള്ളത് എവിടെയാണ് നിലനിൽക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ജീവിയിൽ ആണ് സത്താബോധം ഉണ്ടാവുന്നത്, അവയവങ്ങളിലാണ് സ്മൃതീന്ദ്രിയം അല്ലെങ്കിൽ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഉപബോധം ഉണ്ടാകുന്നത്, പിന്നെ കലകളിലാണ് ഈ നിദ്രാവബോധം ഉണ്ടാകുന്നത്. ഈ സഹജാവബോധം എവിടെയാണ് ഉണ്ടാവുക? സഹജാവബോധം ഉണ്ടാകുന്നതിന് കോശതലത്തിലാണെന്ന് പറയാം. കോശം എന്നുള്ള ഒരു തലം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത് കോശതലത്തിൽ മാത്രമല്ല, കോശാന്തര ദ്രവങ്ങളിലും എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിലും കോശതല പ്രവർത്തനമാണ് ഈ സഹജാവബോധത്തിന്റെ ഉറവിടം. കോശത്തിനകത്താണ് നമ്മുടെ ജനിതക സ്വഭാവത്തെ DNA-യുടെയും ഒക്കെ രൂപത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ പ്രതികരണ രീതികളെയെല്ലാം RNA-യിലും ഒക്കെ വെച്ചുകൊണ്ട് ഈ അടിസ്ഥാന സ്വഭാവങ്ങളെ നിർണയിക്കുന്നതെല്ലാം തന്നെ ഈ കോശതലത്തിലാണ് ഉണ്ടാവുന്നത്. ആ കോശതലത്തിൽ ഉണ്ടാകുന്ന സഹജമായ ബുദ്ധിയാണ് ഈ സഹജാവബോധമായിട്ട് നമ്മൾ വെളിപ്പെടുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞ ജീവന്റെ അന്തർബോധമാണ്. ജീവൻ എന്താണെന്ന് നമുക്കറിയാം. ജീവൻ എന്നുള്ളത് സ്വയം നിർദ്ധാരണമാണ്. ആ സ്വയം നിർദ്ധാരണം ചെയ്യാൻ വേണ്ടിയുള്ള അന്തർബോധമാണ് ഈ സഹജാവബോധം എന്നുള്ളത്. അത് ഇൻസ്റ്റിങ്റ്റീവായിട്ട്, ഇൻസ്റ്റിങ്ക്റ്റ് എന്നുള്ള ചോദനയുടെ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആ ഒരു ബുദ്ധിയാണ്, അല്ലെങ്കിൽ ജീവന്റെ ബുദ്ധി എന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം. അപ്പൊ ഇതാണ് സഹജാവബോധം എന്നുള്ളത്, നമ്മുടെ ഉള്ളിൽ കോറായിട്ടുള്ളത്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ഒരവസ്ഥ. ജനിച്ച് ജീവിച്ചു പോകുന്ന സമയത്ത് ഓരോ നിമിഷവും എന്താകണം എന്നുള്ള ഇൻറ്റ്യൂഷൻ, വെളിപാട് നമ്മളിൽ ഉണ്ടാകുന്നത്, നമ്മുടെ ചോദനകളെ ഉണർത്തിവിടുന്നത് ഈ സഹജാവബോധമാണ്. ഈ സഹജാവബോധം സംരക്ഷിക്കുന്നത് എന്തിനെയൊക്കെയാണെന്ന് നോക്കിയാൽ, നമ്മുടെ സഹജമായിട്ടുള്ള പ്രവണതകൾ. ഇപ്പോ ഞാനെന്ന ജീവി ഉണ്ടായതിന്റെ പ്രവണതകൾ ജൈവ രീതിയിൽ അതുണ്ടാവും. നിങ്ങൾ ഓരോരുത്തർക്കും അതുപോലെയുള്ള ജൈവ പ്രേരണകൾ ഉണ്ടാവും. എന്നാൽ എന്നിലും നിങ്ങളിലും അത് രണ്ട് വിധത്തിലായിരിക്കും പ്രവർത്തിക്കുക. അപ്പോ എന്നിലും നിങ്ങളിലും വെവ്വേറെയായിട്ട് നിൽക്കുന്നത് നമ്മുടേതായിട്ടുള്ള ഒരു അനന്യതയുണ്ട്, നമ്മുടെ യുണീക്നെസ് ഉണ്ട്. ആ യുണീക്നെസ് നമ്മുടെ ധർമ്മത്തിനനുസരിച്ച് ആയിരിക്കും അത് രൂപപ്പെട്ടിട്ടുണ്ടാവുക. അതാണ് സഹജ പ്രവണതകളായിട്ട് നിൽക്കുക, നമ്മളെ വാസനകൾ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ നമുക്ക് ചില ദൗത്യങ്ങളുണ്ടല്ലേ പ്രകൃതിയിൽ, നമ്മുടെ ജീവിതത്തിൽ ചില ദൗത്യങ്ങളുണ്ട്. ഈ അടിസ്ഥാന ദൗത്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ സഹജാവബോധത്തിന്റെ ഭാഗമാണ്. ഇപ്പോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങളോട് സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ദൗത്യമായിട്ട് എടുക്കുന്നത് എൻ്റെ സഹജാവബോധത്തിന്റെ പ്രേരണയുടെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ മുന്നിൽ ഒരു കുഞ്ഞു മറിഞ്ഞു വീഴുകയാണെങ്കിൽ ഉടനെ അതിന്റെ പുറകിലേക്ക് കൈയെടുത്തു വെക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എൻ്റെ ജീവനെ പോലെ പരമായ ഒരു ജീവനെയും സംരക്ഷിക്കേണ്ടത് എൻ്റെ ദൗത്യമുള്ളിലുള്ളത് കൊണ്ടാണ്. ഇതെല്ലാം ഇൻസ്റ്റിങ്ക്റ്റൽ ആയിട്ടുണ്ടാകുന്നു. പല ജീവികളിലും കണ്ടിട്ടുണ്ടാവും. ഒരു പക്ഷി വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ആ പക്ഷിയെ തിന്നുന്ന ജീവി ആയിട്ടുള്ള ഒരു മൃഗം തന്നെ വന്നിട്ട് അതിനെ രക്ഷിച്ച് അതിനെ കരകയറ്റി വിടുന്നത്. ഏത് ജീവിയും ഒരു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ തിന്നാതെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒക്കെ നമ്മുടെ ചുറ്റും കാണാനുണ്ട് അല്ലെ. ഇത്തരം കാര്യങ്ങളെല്ലാം അടിസ്ഥാന ഉത്തരവാദിത്തങ്ങളാണ്. ഇത് സഹജാവബോധമാണ് സംരക്ഷിക്കുന്നത്. ഈ സഹജാവബോധം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ ദൗത്യത്തെ നിലനിർത്തുക, അല്ലെ ജീവനെ, അടിസ്ഥാനപരമായി ജീവനെ നിലനിർത്തുക എന്നുള്ള ആശയം തന്നെ, ആ ഒരു ഉത്തരവാദിത്വം തന്നെ ഈ സഹജാവബോധമാണ് കൊണ്ടുവരുന്നത്. അത് ജീവനെ നിലനിർത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രകൃതി നൽകിയിട്ടുള്ള ഒരു ക്രമം, നമ്മുടെ ശരീരത്തിന് ഒരു ക്രമമുണ്ട്, നമ്മുടെ പരിസരത്തിന് ഒരു ക്രമമുണ്ട്. ഈ ക്രമത്തെ നിലനിർത്തുന്നത്, ക്രമവുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നത് ഒക്കെ ഈ സഹജാവബോധമാണ്. സഹജാവബോധം ജീവനെ നിലനിർത്താൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവിതത്തെ നിലനിർത്തുക എന്നുള്ളൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ജീവിതത്തെ നിരന്തരമായി നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു സർവൈവൽ പാറ്റേൺ, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള, അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നിരന്തരം സഹജാവബോധം മുന്നോട്ട് വയ്ക്കും. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഈ സഹജാവബോധം എന്നുള്ളത് അവസ്ഥ എങ്ങനെയാണ് പ്രവർത്തിക്കുക? കോശങ്ങളിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. സ്വയം നിയന്ത്രണം എന്നുള്ളത്, നമ്മുടെ ജീവശരീരത്തിന്റെ സ്വയം നിയന്ത്രണം എന്നുള്ളത് കോശങ്ങളാണ് തീരുമാനിക്കുക. അത് വെറും കോശം ഒറ്റയ്ക്ക് നിന്ന് തീരുമാനിക്കില്ല, കോശങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സമഗ്ര വ്യവസ്ഥയായിട്ടാണ് ഇത് പ്രവർത്തിക്കുക. അത് അതിന്റെ പരിസരത്തേക്ക് വരുന്ന ഏത് കാര്യത്തോടും സ്വാഭാവികമായിട്ട് എങ്ങനെയാണോ ആ ജീവനെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ പ്രവർത്തിക്കണമോ, എങ്ങനെ സംരക്ഷിക്കണമോ അതിനനുസരിച്ചുള്ള ആ ഒരു സംരക്ഷണം, അത് നിലനിർത്താനായിട്ട് സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാക്കുക.
കോശങ്ങളെല്ലാം ഏകീകരിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം നടക്കുക. അതിലൂടെ നമ്മൾ എത്തുന്നത്, സ്വാഭാവികമായ പ്രവർത്തനത്തോടെ എത്തുന്നത് വെച്ചാല് എഫേർട്ട്ലെസ് ആയിട്ടുള്ള, അതായത് ശ്രമരഹിതമായിട്ടുള്ള ഒരു റെഗുലേഷനാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു റെഗുലേഷനാണ് നമ്മൾ കൊണ്ടുവരിക. എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു റെഗുലേഷൻ കൊണ്ടുവരും. അതുപോലെ തന്നെ നമ്മുടെ ജീവശരീരത്തിന്റെ നിരന്തര പ്രവർത്തനങ്ങളുടെ, നിരന്തരം എപ്പോഴും ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ആ നിരന്തര പ്രവർത്തനത്തെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ സഹജാവബോധമാണ്. ഇപ്പൊ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നു, ശ്വാസോച്ഛ്വാസം നടന്നുകൊണ്ടിരിക്കുന്നു, ലിംഫാറ്റിക് സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വക പ്രവർത്തനങ്ങളെല്ലാം, ശരീരത്തിന്റെ ആ നിരന്തര പ്രവർത്തനങ്ങളെല്ലാം സഹജാവബോധമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോ ഇത് ഈ നമ്മുടെ നിലനിൽപ്പിനെ പ്രധാനമായിട്ട് അഡ്രസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിജീവനത്തിനു വേണ്ടിയുള്ള ഒരു രീതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ അതിന് പ്രധാനമായിട്ടും സൂക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സത്ത എന്തിനു വേണ്ടി ഉണ്ടായോ അതാണല്ലോ അതിന്റെ അസ്തിത്വം, അതാണ് അതിന്റെ വ്യക്തിത്വമായിട്ട് വരുന്നത്. അതിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നതും അതിന്റെ നിലനിൽപ്പ് എന്തിനു വേണ്ടിയാണോ അത് നിലനിൽക്കാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെയാണ് നമ്മൾ അസ്തിത്വം എന്ന് പറയുക. ഈ അസ്തിത്വത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് സഹജാവബോധം ചെയ്യുന്ന പ്രധാന പരിപാടി. അത് നിലനിൽപ്പിന് വേണ്ടിയിട്ട്, ആ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ജീവനെ നിരന്തരമായിട്ട് പ്രവഹിക്കുന്നു. പരിസരത്തു നിന്നും വേണ്ടുന്നത് എടുത്ത് വേണ്ടുന്നത് ഉപയോഗിച്ച് വേണ്ടാത്തത് പരിസരത്തേക്ക് തന്നെ കൊടുത്തിട്ട് ആ ഒരു ഇക്വിലിബ്രിയം നിലനിർത്തുന്ന ഒരവസ്ഥ, ശരീരത്തിന്റെ മനസ്സിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു സമതുലിതാവസ്ഥ നിലനിർത്തുന്നത്, അതുവഴിയാണ് സഹജാവബോധം ജീവനെ നിലനിർത്തുന്നത്. അതുപോലെ തന്നെ ഇപ്പോ എന്തെങ്കിലും ഇളക്കം തട്ടി, എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായി, നിരന്തരം ജീവിത പ്രക്രിയയിലൂടെ പോകുന്ന സമയത്ത് ശരീരത്തിന് പലതരം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവില്ല. ഇവയെല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്ന വേണ്ടിയുള്ള ആ ഒരു നിർദ്ദേശം, അതായത് നിദ്രയുടെ അവസ്ഥയിലാണ് റെസിലിയൻസ് പ്രവർത്തിക്കാൻ നമ്മൾ സംസാരിച്ചിരുന്നു. ആ റെസിലിയൻസ് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ജൈവ നിർദ്ദേശം കൊടുക്കുന്നത് ഈ സഹജാവബോധം. മാത്രമല്ല അതുവഴി നമ്മുടെ അകത്തെ ലോകത്തെയും പുറത്തെ ലോകത്തെയും തമ്മിൽ പ്രകൃതിയുടെ ആ ഒരു ഏകീകരണം സംഭവിപ്പിച്ച് ജീവിയെ നിലനിർത്തുന്ന, അതിന്റെ ദൗത്യസ്ഥാനത്ത് നിലനിർത്തുന്ന, അതിന്റെ ധർമ്മങ്ങൾ ചെയ്ത് നിലനിർത്തുന്ന പ്രക്രിയയും ഈ സഹജാവബോധത്തിന്റെ തന്നെ പ്രക്രിയയാണ്. അപ്പോ സഹജാവബോധം ഇതിലൂടെ ശ്രമിക്കുന്നത് എന്താണ്? ജീവന്റെ നിലനിൽപ്പിനെയാണ്, അല്ലെ? അതില് ഈ സഹജാവബോധം ചെയ്യുന്ന കാര്യങ്ങൾ ജീവന്റെ തുടർച്ച അതിങ്ങനെ സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആന്തരികമായ സുരക്ഷ നിരന്തരമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ഓർഡർ തെറ്റിക്കഴിഞ്ഞാൽ അതിനെ വീണ്ടും പുനഃസ്ഥാപിക്കുന്ന റെസിലിയൻസിന്റെ ആ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ജീവന്റെ ശേഷി, ജീവൻ എന്തെല്ലാം കാര്യങ്ങളിലേക്ക് സാധ്യതയുണ്ടോ അവയെല്ലാം നിലനിർത്തുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, തന്റെ പരിസരത്തോടുള്ള ഒരു പൊരുത്തപ്പെടലിന്റെ ഒരു ബുദ്ധി, ഇതെല്ലാം നിരന്തരം നിലനിർത്തുന്ന സഹജാവബോധമാണ്. നമ്മുടെ ജീവിതത്തില് ഈ നിലനിൽപ്പ് എന്നുള്ള കാര്യം നടന്നു പോകണമെങ്കിൽ, ഞാൻ എന്നുള്ളത് സന്തോഷകരമായി നിലനിൽക്കണമെങ്കിൽ, എന്റെ ജീവിത ധർമ്മങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാകണമെങ്കിൽ, എന്റെ ജീവിതത്തിൽ ക്ലേശങ്ങളില്ലാതെ ഞാൻ ഈശ്വരീയ ഭാവത്തിലാകണമെങ്കിൽ, ഞാൻ എന്റെ പരിസരവുമായി സമവാകത്തിലാകണമെങ്കിൽ നമുക്ക് ജീവന്റെ ബുദ്ധിയെ തിരിച്ചറിയണം കഴിയണം. അതിന് സഹായിക്കുന്നത് സഹജാവബോധമാണ്. നമ്മൾ സഹജാവബോധത്തെ മനസ്സിലാക്കി, സഹജാവബോധം എന്നൊന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത ഇതാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാകുമ്പോഴേ നമുക്ക് പ്രകൃതി എന്നുള്ള സംവിധാനം എത്ര ഭംഗിയായിട്ട് സുന്ദരമായിട്ട് നടക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അതിനെ അർപ്പിച്ച് അതിനോട് ഡെഡിക്കേറ്റ് ചെയ്ത് ജീവിക്കണമെങ്കിൽ സഹജാവബോധം എന്നുള്ളതിനെ നിരീക്ഷിച്ചാൽ മതിയാവും. അപ്പോഴാണ് നമുക്ക് നമ്മുടെ സ്വാഭാവികതയിലേക്ക് തിരിച്ചു വരാൻ കഴിയുക, ഒറിജിനൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ കഴിയുക. ചിതറി നിൽക്കുന്ന ആന്തരിക അവസ്ഥകളെ എല്ലാം ഏകീകരിച്ച് ഒരു ഏകീകൃത ആന്തരിക സംവിധാനം, ഹോമിയോസ്റ്റാസിസ് എന്നുള്ള സ്റ്റേറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നത് അവിടെയാണ്. അതാണ് നമുക്ക് വെളിപാടുകൾ ഉണ്ടാക്കി തരുന്നത്. ഇതെല്ലാം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് സഹജാവബോധം ഇത്രയേറെ പ്രധാനപ്പെട്ടതാകുന്നത്. അതിനെ മനസ്സിലാക്കേണ്ടത് ആ വിധത്തിലാണ്. അപ്പോ പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ജീവനെ നിലനിർത്തി കൊണ്ടുപോകുന്ന ആധാര അവബോധമാണ് സഹജാവബോധം. ഈ അവബോധത്തെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ, അവബോധത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഈ മനസ്സിന്റെ സ്വാധീനം കൊണ്ടോ ഓർമ്മകളുടെ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ശീലങ്ങളുടെ സ്വാധീനം കൊണ്ടോ വഴിമാറുന്നതിന് പകരം
നമുക്ക് ആ ഒറിജിനൽ ആയിട്ടുള്ള ഇൻസ്റ്റിങ്റ്റുമായിട്ട് ചേർന്ന് നിൽക്കാൻ കഴിയും. നമ്മുടെ കേവല സ്ഥാനത്ത് നിലനിർത്താൻ കഴിയും. ആ നിലനിർത്താനുള്ള പ്രേരണയാണ്, അതിനു വേണ്ടിയുള്ള പ്രോഗ്രാമാണ്, അതിന്റെ ബുദ്ധിയാണ്, അതിനെ കുറിച്ച് നമുക്ക് നിരന്തരം സൂചന തരുന്ന ചോദനകളാണ് സഹജാവബോധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സഹജാവബോധമാണ് മറ്റെല്ലാ ബോധങ്ങളുടെയും ഉറവിടം. നമ്മൾ ഈ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. സുഷുപ്തി കഴിഞ്ഞിട്ട് 4ാമത്തെ ഭാവമാണ് ഈ സഹജാവബോധം എന്ന് പറയുന്നത്. അപ്പൊ 4ാമത്തേത് എന്ന പേരിൽ തുരീയം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ ആണ് ഇത് മുൻപോട്ട് വയ്ക്കുന്നത്. 4ാമത്തെ ബോധതലം, അവബോധതലം. ഇത് ആന്തരികമായി ലീനമാണ്. എല്ലാ ജീവികളിലും അത് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എല്ലാ ജീവികളും അത് നിരന്തരം അവിടെ ഉണ്ടായിരിക്കുന്നു. ആ ഉണ്ടായിരിക്കുന്നത് നമ്മൾ പല രീതിയിൽ അതിനെ വികസിപ്പിച്ച് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോ അടിസ്ഥാനപരമായിട്ട് സഹജാവബോധത്തെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ഉണ്ടെന്നറിഞ്ഞാൽ മാത്രമേ, അതിലേക്കുള്ള ഒരു യാത്ര ആവശ്യമാണെന്ന് അറിഞ്ഞാൽ മാത്രമേ, അതിനെ അനുഭവിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ പൂർണ്ണമായ സ്വത്വത്തിലേക്ക്, നമ്മുടെ പർപ്പസ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതിലേക്കുള്ള സഹജാവബോധത്തിലേക്ക് നമ്മൾ നിരന്തരം യാത്ര ചെയ്യുന്നു. എല്ലാ നിദ്രകളിലും അത് സംഭവിക്കുന്നുണ്ട്, എല്ലാ ധ്യാനങ്ങളിലും അത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ നിന്നിരിക്കുന്ന ക്ലോക്ക് പോലെ അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ അറിയണമെന്നില്ല. പക്ഷെ അതിനെ അറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ധർമ്മം പൂർത്തീകരിക്കാൻ കഴിയും. ആത്മയാനം നമ്മളെ ജാഗ്രതയിൽ നിന്നും സ്വപ്നത്തിലേക്കും അവിടുന്ന് സുഷുപ്തിയിലേക്കും അവിടുന്ന് സഹജാവബോധത്തിലേക്കും കൊണ്ടുപോകുവാൻ നിങ്ങളെ സഹായിക്കും. അപ്പോ സഹജാവബോധത്തെ നിങ്ങൾ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സ്വയം നിരീക്ഷിക്കുക. അതുമായി നമുക്ക് അടുത്ത ബോധതലങ്ങളെ കുറിച്ച് സംസാരിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.